നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദു കനയും ഗോവിന്ദനൊക്കെ അനന്തപുരിയിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായി. മുത്തശ്ശൻ പറഞ്ഞു, ഇടയ്ക്ക് ഇവിടേക്ക് വരണം, രണ്ട് ചേച്ചിമാരുള്ളതല്ലേ, ഇവിടെ വന്ന് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദുവിന്റെ മുഖത്ത് ആകെപ്പാടെ വിഷമായിപ്പോയി. മുത്തശ്ശി പറഞ്ഞു, അതിന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നയനെ അങ്ങ് ഇറങ്ങി വരുന്നത്. നയന വന്നിട്ട് നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞതേ മോൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനമുള്ള സന്തോഷം, അതുപോലെ തന്നെ അനുജത്തിക്ക് ചേച്ചിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതാ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഇവിടേക്ക് വരണം, ഇവിടെ വന്ന് നിൽക്കണം എന്നൊക്കെ. അപ്പോഴേക്കും കനക പറഞ്ഞു, അത് പിന്നെ മോൾക്ക് ഡ്യൂട്ടി ഒക്കെ ഉള്ളതല്ലേന്ന് ചോദിച്ചു. എന്നാലും അങ്ങനെയല്ലല്ലോ, ഇടയ്ക്ക് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, അതങ്ങോട്ട് കൊടുക്കും മോളെ എന്ന് പറഞ്ഞു നന്ദുവിനോട്. നന്ദു അങ്ങനെ കുറച്ച് കവർ പാക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. ഈ സമയം കനക പറഞ്ഞു, എല്ലാവർക്കും വേണ്ടിയുള്ള ഡ്രസ്സ് വാങ്ങിയതാ, നന്ദുവിന് ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ. മുത്തശ്ശി പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വെറുതെ കിട്ടുന്ന പൈസ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അതൊന്നും അല്ലമ്മേ, ആദ്യത്തെ ഓണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അത് മാത്രമല്ല നന്ദുവിന് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ കാരണം ആരാ? മൂർത്തി സാറല്ലേ. അപ്പം മൂർത്തി സാറിനൊക്കെ വേണ്ടി എന്തെങ്കിലും വാങ്ങിത്തരണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്. നന്ദുവിനും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. വന്നു കഴിഞ്ഞപ്പം എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നയന പറഞ്ഞു, എനിക്കറിയായിരുന്നു നന്ദു വരുമെന്ന്, എനിക്ക് ഇപ്പോഴൊരു സമാധാനമായെന്ന് പറഞ്ഞു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പം നന്ദു വരുമോ വരാതിരിക്കുമോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജലജ നവ്യയുടെ അബിയുടെയും മുറിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, വന്നിട്ടുണ്ട് അവള്, ആ നന്ദു എന്ന് പറയുന്നവള്, അവളെയും പൊക്കിക്കൊണ്ടാ നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നേ. എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദേഷ്യം വന്നു. അല്ല അമ്മ ഇതൊക്കെ എന്തിനാ എന്നോട് വന്ന് പറയണേ? അമ്മയ്ക്ക് എന്തേലും ദേഷ്യം ഉണ്ടെ അമ്മ തീർത്തോണമെന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ നവ്യെ, അമ്മേ എന്തേലും അമ്മയോട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അതിനാണ് ഉടനെ തന്നെ തിരിച്ചടി കൊടുത്തോണമെന്ന് പറഞ്ഞു. വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പൊ തന്നെ മറുപടി കൊടുത്തോണം. അത് ഞാൻ ചെയ്തോളാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അമ്മയൊന്നും മിണ്ടാൻ പോവരുത്, ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ, വെറുതെ നമ്മളായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അഭിക്ക് ഭയങ്കര പേടിയാണ്, ഇനിയിപ്പോൾ കനക എന്തേലും വിളിച്ചു പറയാന്ന്. അത് കേട്ടപ്പോൾ നവി പറഞ്ഞു, എന്തിനാടാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അച്ഛനും അമ്മയല്ലേ, അവർക്ക് നാണമില്ലാതെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നവി പിന്നെ അവിടെ നിന്നും കൊണ്ട് എഴുന്നേറ്റ് പോയി. നവി ചെല്ലുമ്പോഴത്തേനും നവിയുടെ അടുത്തേക്ക് കനകയും നയനയും നന്ദുവും കൂടെ വന്നു. നവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നന്ദു എന്ത് ചെയ്തു, കയ്യിലിരുന്ന പാക്കറ്റ് കൊടുക്കുകയാണ്. ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഓണത്തിന് വേണ്ടി വാങ്ങിയതാന്ന് പറഞ്ഞു, മോനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന എങ്ങാനും ആരെങ്കിലും കണ്ടിട്ടുണ്ട പ്രശ്നം, ആരെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജോ അഭിയോ അവരാരെങ്കിലും കണ്ട പ്രശ്നമോ? നബി പറഞ്ഞു, അത് ശരിയാ, ഒക്കെ താഴെയുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വരത്തില്ല. പിന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ പോലെയുള്ള ആ സ്ത്രീ വന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന്. എന്നെ പോലെയുള്ളതോ? അതെ, നിന്റെ തല അവരുടെ തല ഇപ്പൊ ഒന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നയനയ്ക്ക് ചിരി വന്നു. കനക പറഞ്ഞു, മോളെ നന്ദുവിനെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പിന്നെ നബിയുമോൻ പറഞ്ഞു കഴിഞ്ഞോണ്ട കൊണ്ടുവന്നേന്ന് പറഞ്ഞു. അല്ല നീ അനിയെ കണ്ടോന്ന് ചോദിച്ചു നബിയ. അപ്പോഴേക്കും കനക ദേഷ്യമായി, എന്തിനാ നന്ദൂട്ടൻ അനിയെ കാണുന്നേ? അതിന്റെ ആവശ്യം എന്താ? അവനെ കാണാൻ വേണ്ടിട്ടല്ലോ വന്നേ. നവീൻ മോൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ? അവനുള്ളതുകൊണ്ട് മാത്രം ഇവളെ കൊണ്ടുവന്നേ. അല്ല നവീനോട് നീ നീരസം ഒന്നും കാണിക്കില്ല കേട്ടോ നന്ദു നബി പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, എന്തിനാ നീരസം കാണിക്കുന്നേ? ഇവളുടെ കഴുത്തിൽ താലി അർത്താൻ പോകുന്ന ആളല്ലേ? നന്ദു ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നയനയും നവ്യയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കനകയ്ക്കാണെങ്കിലോ എത്രയും പെട്ടെന്ന് നവീനെ നന്ദു നമ്മളുടെ കല്യാണം കഴിഞ്ഞാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നന്ദു വിഷയം മാറ്റാനായിട്ട് ചോദിച്ചു, അല്ല എന്ത് ചന്തുമോളും അനഘ ചേച്ചി എന്തെന്ന് ചോദിച്ചു. അവരും മുറിയിലുണ്ട്, അവരെയൊന്ന് കാണണം. അതെ, എന്താണെങ്കിലും അഭിക്കിട്ടുള്ള പണിയായിട്ടാണ് ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്ന പണി നല്ല പണിയായിരിക്കും. അഭി ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയായിരിക്കില്ല. അങ്ങനെ അങ്ങ് വെറുതെ വിടലല്ലോ, അതുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അതൊരു നല്ല കാര്യമായിട്ടാ മോളെ എനിക്കും തോന്നേ, എനിക്കും കാണണം ചന്തുമോളെ. നന്ദു പറഞ്ഞു, കണ്ടിട്ട് വരാമേന്ന് പറഞ്ഞു. അവരെ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നായന നവിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നവ്യ ചേച്ചി? നന്ദുവിൻ്റെ അനിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ദേഷ്യമാണല്ലോ. അതെ, നന്ദുവിൻ്റെ നവീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന്തികയുടെ അനിയുടെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ അമ്മായിമ്മയുടെ മനസ്സിലെ വിചാരം. അതെനിക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പം തന്നെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേട്ടോ, അവർക്ക് വലിയൊരു ഷോക്കായിരിക്കും ഒരു പക്ഷെ നമ്മൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നന്ദുവിൻ്റെ അനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. നന്ദുവിൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ?
പക്ഷെ അതെങ്ങനെ സാധിച്ചു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയം ഉണ്ടായിരുന്നു. അതേ സമയത്ത് നന്ദുവും കനയും കൂടെ അനഘയുടെ മുറിയിലേക്ക് വന്നു. ദേവേനി ചന്തുമോള് റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന് നന്ദു പറഞ്ഞു, ആഹാ മോള് ഒരുങ്ങുമായിരുന്നു എന്ന് ചോദിച്ചു. അതെ, ഞാനിവളെ വെറുതെ ഒന്ന് ഒരുക്കുമായിരുന്നു. അതെ, ഇനി ഞാനിവളെ ഒരുക്കിക്കോളാന്ന് പറഞ്ഞു. ആ സമയത്ത് അനഘയെ നോക്കിയിട്ട് കനക പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോള്, നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഉള്ളവരൊക്കെ സ്നേഹമുള്ളവരാ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, കഴിഞ്ഞ ദിവസം അഭി മുറി കയറിയിട്ടുണ്ടായിരുന്നു അനഘമോളെ ഇല്ല കൊല്ലാനായിട്ട്. കൃത്യസമയത്ത് നയനെ ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ, അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവളെ കൊന്നേനെന്ന് പറഞ്ഞു. അതെ, അവൻ ദുഷ്ടനാ, അവൻ ഇതിലപ്പുറവും കാണിക്കും. നന്ദുവിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അന്ന് അവന്റെ ഭാര്യയിൽ ഒടിച്ചു കൊണ്ടായിരുന്നു അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഞാൻ ചെയ്തില്ല. പക്ഷെ ഇപ്പം നവ്യേച്ചനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അവനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാര്യയിൽ ഒടിച്ചു വിട്ടേക്കണമെന്ന്. ഞാൻ അത് ചെയ്യൂന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അത് ചെയ്യണം മോളെ, കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനാന്ന് പറഞ്ഞു. എത്ര കിട്ടിയാലും പഠിക്കാത്തവനാ. പിന്നീട് കനക പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, അതങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ചന്തമോൾക്കും അനേക്കുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ്. പിന്നീട് ദേവയാനോട് പറഞ്ഞു, അതെ, ദേവേനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മരുമോള് വാങ്ങിയിട്ടുണ്ടെന്ന് കനക പറഞ്ഞു. അല്ല, ഇങ്ങനെ പൈസ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കരുതൽ വേണ്ട സമയമല്ലേ നന്ദുവിന്റെ കല്യാണമൊക്കെ. ഓ, അതിന്റെ ആവശ്യം ഒന്നുമില്ലെന്നേ. നവീമോനല്ലേ കല്യാണം കഴിക്കാൻ വന്ന്, വലിയ വക്കീലല്ലേ. അല്ല, നവീന്റെ പേര് പറഞ്ഞിട്ട് നന്ദുവിനൊരു സന്തോഷമില്ലല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം ദേവേനിക്കും അറിയാലോ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. അപ്പോഴേക്കും കനക പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ളൂ. നവീൻ്റെ നന്ദുവേട്ടൻ്റെ നവീൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നവീൻ വരുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവളോടൊന്ന് റെഡിയാകാൻ പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഇവളാണ് ഒട്ടും ഒരുങ്ങിയിട്ടുമില്ല. ഇനിയിപ്പം നവീമോളും നയനമോളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരും ഒരുക്കിക്കോളുമായിരിക്കും എന്ന് പറഞ്ഞു. നന്ദൂട്ട, നീ നന്നായിട്ടൊന്ന് ഒരുങ്ങണം കേട്ടോ, കെട്ടാൻ പോകുന്ന ചെക്കനാ വരുന്നേ. അവന് നിന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നണ്ടേന്ന് ചോദിച്ചു. പക്ഷേ നന്ദുവിൻ്റെ മുഖമൊക്കെ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമായിരുന്നു നന്ദുവിന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ്. നന്ദുവിനെ കാണുന്നില്ലോ എന്ന് ഓർത്തുണ്ട്. കൃത്യം ആ സമയത്ത് തന്നെ ജാനകി വന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, നീ ആരെയാടാ നോക്കണേന്ന് ചോദിച്ചു. ഞാൻ ആരെയും നോക്കുന്നില്ല. നിന്റെ മനസ്സിലിരിപ്പം മനസ്സിലായി, അവളെ ആയിരിക്കും ആ മൊട്ടേച്ചിനെ. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക നവീനുമായിട്ട്. നീ അതിന്റെ ഇടയ്ക്കിലേക്ക് എന്തിനാടാ കയറുന്നേ? ഇത് കേട്ടുകൊണ്ട് വന്ന ജലജ പറഞ്ഞു, ഇവൻ എൻ്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിരിക്കുക നവീന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം. അത് കേട്ടപ്പം അനി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടാ, ഇനിയിപ്പം നീ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ജാനകി പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്നില്ല ജലജെ. ഒരു കാരണവശാലും നന്ദുവിന്റെ കഴുത്തിലൊന്നും ഇവൻ താലി ആർത്തില്ല. നന്ദു നവീനും കല്യാണം കഴിക്കാൻ പോവാ. അധികം വൈകാതെ അവർ തമ്മിൽ കല്യാണം ഉണ്ടാവും. ഇന്നിപ്പം നവീനുള്ളതുകൊണ്ടാണ് നന്ദു ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നീ അവളോട് സംസാരിക്കാനെങ്ങാനും പോയാലുണ്ടല്ലോ, ഞാൻ വെറുതെ വിടത്തില്ല. അതെന്താമേ, വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകളല്ലേ, അവരോട് സംസാരിക്കണ്ടേ? നീ ആ കനകയോടും ഗോവിന്ദനോടും എത്ര വേളം സംസാരിച്ചോ, പക്ഷേ എങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചാൽ എൻ്റെ തനി സ്വരൂപം നീ കാണുമെന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇതിന്റെ വല്ല കാര്യം ഉണ്ടോടാ അനീ നിനക്ക്? അവന്റെ കല്യാണം കഴിച്ചാൽ സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ? ഇനിയിപ്പോൾ നല്ല ഒന്നാന്തരം വക്കീലാണ് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവർ തമ്മിലുള്ള കല്യാണം നടക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതിന് അവരുടെ കല്യാണം അതിന് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഉറപ്പിച്ചിട്ടില്ലെന്നോ? ഇനിയിപ്പോൾ എന്ത് ഉറപ്പിക്കാനായിട്ടാ? അധികം വൈകാതെ കല്യാണം കാണുമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ജലജയം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനും നന്ദുവിനെയും കനകയും കൂടെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന മുറി. നന്ദുവിനും അമ്മയ്ക്കും വേണ്ടി വേറൊരു മുറി അച്ഛനും വേണ്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ പെട്ടെന്നൊന്നും പോകണ്ട, അവിട്ടവും ചതയും എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി. അത്രയും ദിവസമോ ദൈവമേ, തിരുവോണമെന്നൊന്നും പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, അത് വേണ്ട മോളെ, ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞൊരു കാര്യം ചേച്ചി ആദർശേണ്ണയും കുട്ടിക്കിട്ട വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. കനക പറഞ്ഞു, ശരിയാ മോൾ അങ്ങോട്ടേക്ക് പോരെ, പക്ഷെ നവ്യമോളുടെ കാര്യം ഓർത്തിട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇന്നാള് കള്ളത്തരം പറഞ്ഞില്ലേ വല്യമ്മയുടെ മോളുടെ കല്യാണം, അതുപോലെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നവ്യേച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാം. ആ സമയത്താണ് ജലജേടൻ ജാനകിയുടെ വരവ്. ജാനകി വന്നിട്ട് പറഞ്ഞു, കനകെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൾ ഈ വീട്ടിലേക്ക് വരുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ജലജ പറഞ്ഞു, അത് ശരിയാ, ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന? ഇവളുടെ കല്യാണം കണ്ട് പറഞ്ഞു വെച്ചിരിക്കുമല്ലേ നവീനുമായിട്ട്. ആ സമയത്ത് ഇവളിങ്ങനെ ഈ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കണം ശരിയാണോ? അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ആരൊക്കെ വരണ്ടാന്ന് തീരുമാനിക്കുന്ന അപ്പച്ചിയല്ല, അറിയാലോ. ഇവരിങ്ങോട്ടേക്ക് വരും. ഞാനും നബീശയ്ക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നന്ദു ഇങ്ങോട്ടേക്ക് വരും. നന്ദുവിനെ തടയാനൊന്നും അപ്പച്ചിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട, മുത്തശ്ശനും മുത്തശ്ശിയും ക്ഷണിച്ചിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് വന്നത്.
കനക പറഞ്ഞു അതെ, മൂർത്തി സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവന്ന അതുകൊണ്ടാണ്. നവിയും മോൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ വേറൊന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ ഇവനെ ഞാൻ കൂട്ടിക്കൊണ്ട് വരത്തില്ല, ഇവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നു. ജാനകി പറഞ്ഞു തൽക്കാലം വിശ്വസിച്ചിരിക്കുക. അപ്പോഴേക്കും ജലജ പറഞ്ഞു അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോ കള്ളത്തരമാണെങ്കിലോ. എനിക്ക് ദേഷ്യം വന്നു. അതെ, അപ്പച്ചി പറയുന്നത്ര കള്ളത്തരോടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തേലും വിളിച്ചു പറഞ്ഞാണ്ടല്ലോ പിന്നെ അപ്പച്ചിക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പച്ചി എന്തൊക്കെ കള്ളത്തരങ്ങളെ പറഞ്ഞു കൂട്ടി വെച്ചിരിക്കുന്ന അറിയാവോ. അപ്പച്ചിയുടെ എത്ര കള്ളത്തരം കാണിച്ച ചതിയും കാണിച്ച ആരും ഈ കുടുംബത്തിലില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ജാനകി ജലജയൊന്നും നോക്കി. ജലജ പിന്നെ ഒന്നും മിണ്ടിയില്ല. പണി പാളി എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ അവര് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് കനക ചോദിച്ചു എന്താ മോളെ ജലജ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്ന ആളല്ലോ എന്ന് പറഞ്ഞു. നായനെയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കനക നന്ദുവിനോട് പറഞ്ഞു നന്ദുട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ വന്നൊരു പ്രശ്നത്തിന് നിൽക്കരുത്, അറിയാലോ അനിയുമായിട്ട് കാണാനോ സംസാരിക്കാനോ ഒന്നും നിന്നേക്കരുത്, അടങ്ങി ഒതുങ്ങി നിന്നോണമെന്ന് പറഞ്ഞു. നായനെ നേരെ ആദർശിന്റെ അടുത്തേക്കാ പിന്നീട് ചെല്ലുന്നേ. ആദർശിന്റെ അടുത്ത് ഇന്ന് പരാതി പറയാണ്. ആദർശേട്ടാ, അപ്പച്ചിയാണെങ്കിലും അതുപോലെ തന്നെ ഇളയമ്മയൊക്കെ ആണെങ്കിലും നന്ദുവിനെ നന്നായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. നന്ദു അനിയും തമ്മിൽ സംസാരിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. പാവം നന്ദു, അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു തോന്നേ. നവിയും വരുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിർബന്ധിച്ചു കൊണ്ടുവന്ന. നീ വിഷമിക്കേണ്ട നയനെ, ഉറപ്പായിട്ടും അനിയും നന്ദു തമ്മിലുള്ള കല്യാണം നടക്കും. അല്ല നവീനോട് പറഞ്ഞല്ലേ അനിയും നന്ദു തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച്, എന്നിട്ട് അവൻ പിന്മാറിയില്ലോ, അവനൊക്കെ പിന്മാറിക്കോളും, നീ വിഷമിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളും കരങ്ങി തെളിയും. അല്ല എൻ്റെ അച്ഛനും അമ്മയെ സമ്മതിക്കണ്ടേ, അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് നമ്മൾ നന്ദുവിൻ്റെ അനിയുടെ വിവാഹം നടത്തും, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഈ വെല്ലുവിളികളൊക്കെ നമ്മൾ നേരിടൂന്ന് പറഞ്ഞു. വെല്ലുവിളി വിളിച്ചവർക്കുള്ള 8ന്റെ പണിയായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ആദർശിന് ഒരു ഇത് ഉണ്ടായിരുന്നില്ല. ആദർശിന് ഉറപ്പായിരുന്നു കല്യാണം നടക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ കനകയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു മോളെ സൂക്ഷിക്കണം കേട്ടോ, അവന് വിഷപ്പാമ്പാണ് അബി അനഘയുടെ കാര്യത്തില്, എനിക്കറിയാമേ, അതൊക്കെ നോക്കിയും കണ്ടോ ഞാൻ നിൽക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജയെ കണ്ടു കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, പെട്ടെന്ന് അങ്ങോട്ട് സ്വഭാവം മാറ്റുവാണ്, നിങ്ങളോ നല്ലൊരു ഓണമായിട്ട് എന്നോട് അതും ഇതും പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ. ആ സമയം ജലജ വന്നിട്ട് ചോദിച്ചു എന്താ മോളെ ഇതേ അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ അഭിയം കൂടെ തെറ്റിക്കാൻ അവർ ശ്രമിക്കുന്നേ. മോളെ അമ്മയായി പോയില്ലേ, എന്തേലുമൊക്കെ പറയട്ടെ, മോളത് കാര്യമാക്കണ്ട, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ സമയത്ത് നബി പറഞ്ഞു അമ്മയാണ് പോലും അമ്മ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും കനക പറഞ്ഞു എടി നീ വിശ്വസിക്കണ്ടേ, ഒരു ദിവസം നിനക്കിട്ട് പണി കിട്ടിക്കഴിയുമ്പോൾ നീ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നബിയോട് ചോദിച്ചു അവരെന്താ പറഞ്ഞത്. അല്ല അബിയെ എന്നെയും കൂടെ തെറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞാ. മോളെ അതൊന്നും നീ വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാമേ, എനിക്കറിയാം എൻ്റെ അബി എത്ര നല്ലവനാന്നുള്ള കാര്യം എനിക്കറിയാം. മോളെ ഇനിയിപ്പം നീ നോക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രം, നന്ദുവിൻ്റെ നവീൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം, എങ്കിൽ മാത്രമേ അനിയുടെ അവന്തികയുടെ വിവാഹം നടത്താൻ പറ്റുള്ളൂ. ആ വിവാഹം മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അമ്മയോടൊപ്പം എന്തിനും ഏതിനും ഞാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് നവിയുടെ മനസ്സ് വേറെന്നായിരുന്നു, നിങ്ങൾക്കിട്ടുള്ള പണിയാണ് ഞാൻ തരാൻ പോകുന്നതെന്ന്. ഈ സമയം ജലജ ഭയങ്കര സന്തോഷത്തിലാണ്. താൻ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഇവളതെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.